ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. എൻ്റെ കൂടെ അർഷക്കും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ഉച്ച സമയത്ത് ബൈക്കൊക്കെ എടുത്തിട്ട് പെരിന്തൽമണ്ണയിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമുക്ക് പെരിന്തൽമണ്ണയിലെത്താണ്. അതായത് മലപ്പുറം ജില്ലയിലാണ് ഈ പെരിന്തൽമണ്ണ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോകുന്ന റോഡ് പാലക്കാട്. പോകുന്ന വഴിയെല്ലാം റോഡ് പണി അങ്ങനെ എല്ലാം മറ്റും നടക്കുന്നുണ്ടായിരുന്നു. റോഡ് മുഴുവൻ ട്രാഫിക് ബ്ലോക്കും കുഴികളും മറ്റും കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ കാണുന്നതാണ് തൂതപ്പുഴ എന്ന് പറയുന്നത്. അതായത് മലപ്പുറം ജില്ലയും പാലക്കാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഈ പാലത്തിന് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ പാലം കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേയധികം കേടുപാടുകൾ ഈ പാലത്തിന് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലമാണ് ഈ കാണുന്നത്. നമുക്ക് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നും നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വഴിയാണ് നമ്മൾ പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നത്. പോകുന്ന വഴികളിലെല്ലാം റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് 4 വരി പാതയുടെ നിർമ്മാണമാണ് ഈ കാണുന്നത്. പണി മുഴുവനായിട്ടും തീർന്നിട്ടില്ല. ഞാനും അതാ ഇപ്പൊ നോക്കുന്നേ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു വഴി തെറ്റിയോന്ന്. അമലു, ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നേ? മാപ്പ് നേരെ പോവാൻ നോക്കിയേ ഏതോ സ്ഥലത്തി റോഡോട് പോയി മരേട്ടാ. അറിയോ വീട് പോയെടുത്ത് പോയാ? ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയില്ല വണ്ടി ഓടിച്ചേ. എന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്താ പറയണേ? ഗൂഗിൾ മാപ്പ് പറഞ്ഞു നേരെ പോയാ മുങ്ങിച്ചാവും. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണയിലെത്തി. പെരിന്തൽമണ്ണ ഒരു മൊബൈൽ ഷോപ്പിലെത്തി. അവിടെ കുറേ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂസ്ഡ് ലാപ്ടോപ്പൊക്കെ കുറഞ്ഞ വിലക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ടാബിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു കണ്ണട മേടിക്കാൻ. അതായത് കണ്ണ് ഡോക്ടർ എഴുതി തന്ന നമുക്കൊരു കണ്ണട ഉണ്ട്, അത് മേടിക്കാൻ പോകണം. അതിനുശേഷം നല്ല ഫുഡിങ് കാര്യങ്ങളൊക്കെ അടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. നേരെ മുന്നിൽ നോക്കുമ്പോൾ ഒരു മാർക്കൻ സിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് സുഡിയോ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിൽ വന്നിട്ട് നല്ല ചീപ്പസ്റ്റ് പ്രൈസൊക്കെ ആയിട്ട് ഒരു ഷോപ്പുണ്ട്, സുഡിയോ ഉണ്ട് എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കയറിയിട്ട് കണ്ട് എന്താണ് സംഭവം, റേറ്റ് കുറവുണ്ടോ ഡ്രസ്സിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കയറി നോക്കി. സംഭവം മാള് ഓപ്പണായിട്ട് അധികമായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം കടകളും ഷോപ്പുകളൊന്നും അധികം അതിനകത്തൊന്നും കണ്ടില്ല. കുറേ ഓപ്പണിംഗ് സോൺ എന്ന് എഴുതി കണ്ടു. അങ്ങനെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ തന്നെ സുഡിയോ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല കളക്ഷനും കാര്യങ്ങളാണ്. സംഭവം ചീപ്പ് പ്രൈസൊക്കെ തന്നെയാണ്. നമുക്ക് നാട്ടിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കാണുന്നത്. മെൻസിൻ്റെ ബേസിക് ടീഷർട്ടിനൊക്കെ വരുന്നത് 399 ആ റേഞ്ചൊക്കെയാണ് കാണിക്കുന്നത്. അത് എല്ലാവിധ കളറും അവൈലബിൾ ആണ്.
ഈ മോളിൻ്റെ മുകളിലായിട്ട് ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊന്നും ഫുഡ് കഴിച്ചില്ല, നേരെ പുറത്തേക്ക് പോയി പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലൂടെ അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. അതായത് ഒരു കനാലിൻ്റെ പക്കത്തിരുന്ന് കുറേ ചുട്ടക്കോഴികൾ തിന്ന ഒരു ആംബിയൻസ്. അങ്ങനെ ഞങ്ങൾ ഇത് സംഭവം എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഷവായ, അവനിക്ക് ഹർഷക്കിന് ഹാഫ് ഷവായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഷവർമയും നോക്കി ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്രേപ്പ് ലൈം ജ്യൂസ് തന്നെ ഓർഡർ ചെയ്തു. തിന്നിട്ടും പോരാതായി, നക്കിയിട്ടും തീരാതായി, ചെമ്മീൻ തല ചട്ടിയിലിട്ട് വന്നവളെ. ആഹാ, ഇതിവിടെ ഉണ്ടായിരുന്ന എവിടെയൊക്കെ നോക്കി അറിയിക്കടങ്ങോട്ട് അവന്റെ ഒരു പറങ്ങാണ്ടി ഒളിസേ ഈ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതിൽ ഷവായിയുടെയൊക്കെ മസാല നല്ല മസാലയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഷവർമയും കുഴപ്പമില്ല. പിന്നെ അവിടുത്തെ ആംബിയൻസൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു അവിടുത്തെ ഷവായൊക്കെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഉൾഗ്രാമത്തിലൂടെയുള്ള ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അതായത് വൈകുന്നേര കാഴ്ചകളും നാച്ചുറലായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഈ വഴിയിലൂടെ യാത്ര തുടർന്നു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മുടെ സ്വന്തം നാടായ ചെർപ്പുളശ്ശേരിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.